തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. ഭിന്നശേഷിക്കാർക്കുൾപ്പെടെ സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനുകൾ 2000 രൂപയാക്കുന്നത് സംബന്ധിച്ച സർക്കാരിൻ്റെ പരിഗണനയിലാണെന്ന് ന്യൂനപക്ഷ ക്ഷേമ കായിക ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണ വേദിയും തിരൂരങ്ങാടി PSMO കോളേജ് NSS യൂണിറ്റും സംയുക്തമായി PSMO കോളേജിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി സ്നേഹ സൗഹൃദ സംഗമവും സിഗ്നേച്ചർ പ്രഥമ കർമ്മ ശ്രേഷ്ഠ പുരസ്കാരദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ കുടുംബശ്രീ മുഖേന തൊഴിൽ പരിശീലനമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടികളായി വരുന്നുണ്ട്. അവരുടെ രക്ഷിതാക്കൾക്ക് തൊഴിൽ പരിശീലനം, വിദ്യാഭ്യാസ പരിശീലനം, തെറാപ്പികൾ തുടങ്ങി നൈപുണ്യ പരിശീലനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവർക്ക് ഒരേ സമയം എല്ലാവരുമായി ഒത്തുകൂടുവാനും കഴിയുന്ന ഇത്തരം സ്നേഹ സംഗമങ്ങൾ പ്രശംസനീയമാണെന്നും മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു. 1300 നമ്മുടെ സംസ്ഥാന വിഹിതം കൃത്യമായി തന്നെ ലഭ്യമാക്കാൻ ശ്രമിക്കുന്നു. നമ്മളെ സംബന്ധിച്ചുള്ള ആഗ്രഹം ഏറ്റവും കുറഞ്ഞ പെൻഷൻ 2000 രൂപയെങ്കിലും ആവണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിച്ചത്. ചില സാമ്പത്തിക പ്രതിസന്ധി കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ആ കാര്യങ്ങൾ പരിശോധിച്ച് ചുരുങ്ങിയ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഏറ്റവും നല്ല ശ്രമങ്ങൾ നടന്നു വരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യം പറഞ്ഞതാണ്. ചടങ്ങിൽ PSMO കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K അസീസ് അധ്യക്ഷത വഹിച്ചു. തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ഭിന്നശേഷി മേഖലയിലും സാമൂഹ്യ ജീവകാരുണ്യ രംഗത്തും ചെയ്യുന്ന സേവനങ്ങൾ പരിഗണിച്ച് ഡോക്ടർ കബീർ മച്ചിഞ്ചേരിക്ക് സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണ വേദിയുടെ പ്രഥമ കർമ്മശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി നൽകി. കോളേജ് മാനേജർ MK ബാവ, ഡോക്ടർ കബീർ മച്ചിഞ്ചേരി, നഗരസഭാ കൗൺസിലർമാരായ ഹബീബ ബഷീർ, സുജിനി മുളമുക്കിൽ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അലി അക്ഷദ്, ഡോക്ടർ VP ഷബീർ, അക്ഷയ് M, ഡോക്ടർ നൌഫൽ PT, മുജീബ് താനാളൂർ, സലാം ഹാജി മച്ചിങ്ങൽ, സത്യഭാമ ടീച്ചർ, ഷബാന ചമ്മാട്, സമീറ കുളപ്പുറം, ആയിഷ P, മൊയ്തീൻ കുട്ടി കടവത്ത, സിറാജ് വേങ്ങര, KT വിനോദ്, അഷ്റഫ് കുന്നുമ്മൽ, നൌഫൽ ഇല്ലിയൻ, ഹസീന പാലത്തിങ്കൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ അഷ്റഫ് കളത്തിങ്കൽ പാറ സ്വാഗതവും കൺവീനർ അഷ്റഫ് മനരിക്കൽ നന്ദിയും പറഞ്ഞു. ഭിന്നശേഷി ശാക്തീകരണ മേഖലയിൽ സേവനം ചെയ്യുന്ന വ്യക്തികളെയും സംഘടനകളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നോവിൻ്റെ പാട്ടുകാരൻ ജംഷീർ കൈനിക്കര, ഭിന്നശേഷി മാലാക കുട്ടികൾ എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.